ഹലോ മുത്തുമണീസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വൈകുന്നേരം ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഇത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നേന്ത്രപ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്, ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്, കുറച്ച് പഞ്ചസാര, പിന്നെ ഒരു ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുള്ളത്, പിന്നെ ഒരു കപ്പ് തേങ്ങ, പിന്നെ ഏലക്കാപ്പൊടി, ഒരു നുള്ളുപ്പ്, പിന്നെ ബദം പിസ്ത, അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടെങ്കിൽ അത് ചേർക്കുക കേട്ടോ. നല്ലത്, എൻ്റെ കയ്യിൽ അതില്ല, അപ്പോൾ ഞാൻ ബദം പിസ്തയും ചേർത്തുന്നുള്ളൂ. എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഈ ഫില്ലിങ്സിൻ്റെ ഇടയിൽ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന ഒരു പ്രത്യേക രസം, അതുകൊണ്ടാണ് ബദം പിസ്തയും ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കയ്യിലുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി, ഓപ്ഷനിലാണ്. നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്കതിൽ തേങ്ങയും ഒരു സ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ. ഒരു സ്പൂണ് പഞ്ചസാര ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, ബാക്കി നമുക്ക് മറ്റേ ബാറ്റർക്ക് ആവശ്യമാണ് കേട്ടോ. ഇതിൽ നിന്നിട്ട് പിസ്തയും ബദമും ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒരു ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. അപ്പോൾ നല്ലൊരു നെയ്യിൻ്റെ സ്മെല്ലൊക്കെ വരും. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കട്ടോ. ഇനി നമുക്ക് വേറൊരു ബാറ്റർ തയ്യാറാക്കാനുണ്ട്. അതിന് മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞ് വെച്ച പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര, ഒരു കോഴിമുട്ട, മൈദ, ഇതെല്ലാം ചേർത്തിട്ട് കുറച്ച് പാലും ഒഴിച്ചിട്ട് അടിച്ചെടുക്കുക. ഒരുമിച്ച് പാൽ ഒഴിക്കരുത്, അപ്പോൾ കോഴിമുട്ടയുടെ ആ ഒരു വെള്ളം എല്ലാം കൂടി ഉള്ളുമ്പോൾ നല്ല ലൂസായി പോവും. പാൽ നോക്കിയിട്ടേ ഒഴിക്കാൻ പാടുള്ളൂ. ബാറ്റർ നല്ല ലൂസായി പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു വീഡിയോയിൽ കാണുന്നില്ലേ, ഇത്രയും തിക്നെസ് വേണം കേട്ടോ. ഇത് ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ഇഡ്ഡലി തട്ടിലാണ് കേട്ടോ. അത് ഞാൻ നെയ്യൊക്കെ തേച്ച് ഗ്രീസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്, ചൂടാകാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിൽ നമ്മൾ ആദ്യം ഈ പഴത്തിൻ്റെ കൂട്ട് ഒഴിച്ചതിന് ശേഷം അതിന് മുകളിൽ ആ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ മൊത്തമായിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ ബൈ.